ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ സമയം 6 മണിയായി. രാവിലെ എഴുന്നേറ്റു. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബ്രഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഫോണൊന്ന് കുറച്ച് നേരം എടുത്ത് നോക്കിയ സമയത്താണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്, അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഞങ്ങൾ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 5th സെമ്മാണ് കേട്ടോ ഇത്. അപ്പോൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ടായിരുന്നു. മെയ് 31 എന്ന് പറഞ്ഞിട്ട് മെയ് 30 വരെ എഴുതുന്നൊരു പണി തന്നെയായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 10 അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു 5th സെമ്മിൽ. അപ്പോൾ അതിലൊരു 8 ഞാൻ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കി അവരുടെ വാട്സപ്പ് മെസ്സേജ് കണ്ടത്, വോയിസ് കണ്ടത്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതോടെ കിളി അങ്ങോട്ട് പോയിട്ടോ. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് തന്നെയായിരുന്നു. ഞാൻ എന്നിട്ട് വേഗം പോയിട്ട് എഴുതാനിരുന്ന് തുടങ്ങി കേട്ടോ. പിന്നെ മക്കളൊക്കെ എഴുന്നേറ്റ് ഒരു 8 മണിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോഴും എൻ്റെ ഒരു അസൈൻമെൻറ്റ്, അതായത് 9ാമത്തെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കി 10ാമത്തെ അസൈൻമെൻറ്റ് എഴുതാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അവിടെ വെച്ചിട്ട്, കാരണം മക്കൾ എഴുന്നേറ്റ് തുടങ്ങിയല്ലോ, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാൻ വേണ്ടി. അത് അരച്ചെടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള ചിക്കന്, അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കണം, ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് തണുപ്പ് വിടാൻ വേണ്ടി അതും വെള്ളമൊഴിച്ച് വെച്ചു, പച്ചരി അരച്ച് വെച്ചു, ചായ ഉണ്ടാക്കിട്ടോ. അപ്പോൾ മക്കളൊക്കെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നുണ്ട്, അമ്പാടി എഴുന്നേറ്റ് TV കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ എഴുതാനുള്ള ടെൻഷൻ തന്നെയാണ് കേട്ടോ ഞാൻ. കാരണം ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്കത് സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. നാളെ മുതലാണെങ്കിൽ നമ്മളതിന് ഫൈൻ അടയ്ക്കണം. അപ്പോൾ ഇതുവരെ എന്താ പറയുക, നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് സെമ്മിൽ നമ്മൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് മലപ്പുറം മുണ്ടുപറമ്പ് കോളേജിൽ നമ്മൾ കൊണ്ടു കൊടുക്കുക ചെയ്തത്. സെക്കൻഡ് സെമ്മ് മുതൽ നമുക്ക് അസൈൻമെൻറ്റ് എഴുതുക, അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എഴുതിയതിന് ശേഷം PDF ആക്കിയിട്ട് വേണം അയച്ചു കൊടുക്കാൻ. അപ്പോൾ അതും ഒരു മെനക്കെട്ട പണിയാണ്. അതിൻ്റെ ഇടയിൽ ഇതാക്കൊണ്ട് അടുക്കളയിൽ ഞാൻ കുടിവെള്ളം വെച്ചു, ദാഹശമനത്തിൻ്റെ പൊടി കുപ്പി എടുത്തപ്പോഴത്തേക്ക് അത് തറയിൽ വീണു. അങ്ങനെ കൂടെ ഒരു മൊത്തത്തിൽ പണി കിട്ടിയൊരു ദിവസമാണ് കേട്ടോ എനിക്കിന്ന്. ഞാൻ വിചാരിച്ച പോലെ എന്തൊക്കെ വിചാരിച്ചിട്ടാണോ അറിയും ഞാനിന്നൊരു വീഡിയോയുടെ ഇൻട്രോ ഒക്കെ തുടങ്ങിയത് അറിയോ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് എഴുതി തീർന്നില്ലെങ്കിൽ അവൾ എന്നെ വിളിച്ച് നന്നായിട്ട് ചീത്ത പറയും. കാരണം അവൾ എന്നോട് പറയും, നീ എന്താ തീർക്കാത്ത. അവളും ഞാൻ ഒരുമിച്ചാണ് എഴുതാറും വെക്കാറും. പക്ഷെ ഞങ്ങൾ സെയിം ആയിട്ട് എഴുതാറില്ല കേട്ടോ. ഞങ്ങൾ സെയിം ആയിട്ട് തന്നെയാണ് ആദ്യം എഴുതിയിരുന്നത്. എഴുതി കഴിഞ്ഞ് ഒരു തവണ ഞങ്ങളെ പിടിച്ചു. ഞങ്ങൾ 2 പേരെയും പിടിച്ചിട്ട് ഞങ്ങളോട് 2ാമത്തെ അസൈൻമെൻറ്റ് എഴുതാൻ കാരണം എനിക്ക് ഇവരെ 3 പേരെ വെച്ചിട്ട് വീഡിയോ എടുക്കലും എഴുതലും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ആവാറില്ല. അപ്പോൾ അവൾ എഴുതും, എൻ്റെയിലേക്ക് എനിക്ക് വിട്ടു തരും, ഞാനത് എഴുതും. അപ്പോൾ ഒറ്റ സെമ്മിൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആ സെമ്മിൽ ഞങ്ങളെ പിടിച്ചോട് കൂടി ടോപ്പിക്ക് മാത്രം അവൾ എനിക്ക് പറഞ്ഞു തരും. പിന്നെ അവളും എഴുതും, ഞാനും എഴുതും. പിന്നെ അതൊക്കെ തല കുത്തനെയും ഇരുന്നൊക്കെ എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് 3 പേർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി TVയുടെ മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തതിന് ശേഷം തകൃതിയായിട്ട് എഴുതുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, 8ൻ്റെ പണി കിട്ടിയ ദിവസം തന്നെയാണിന്ന്. അപ്പോൾ ഇതാണെങ്കിൽ എഴുതിയിട്ടും തീരുന്നില്ല. നമ്മൾ ഒരു അസൈൻമെൻറ്റ് ചുരുങ്ങിയതൊരു 10 പേജെങ്കിലും വേണം. അപ്പോൾ 9 ഇനി 10 എണ്ണത്തിന് ഇൻട്രൊഡക്ഷൻ എഴുതണം, കൺക്ലൂഷൻ എഴുതണം, അതിൻ്റെ റെഫറൻസ് എഴുതണം, ഇൻഡെക്സ് എഴുതണം. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് എനിക്ക് പണി. ഞാൻ ഇന്നായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം മക്കളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം എനിക്ക് ഒരു ദിവസം പോലും വീട്ടിലിരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ 9ാമത്തൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇനി എഴുതണം. പിന്നെ വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് തന്നെ വന്നു കേട്ടോ. TV കണ്ട് മക്കൾ ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് പ്ലേറ്റും ഗ്ലാസ്സൊക്കെ അവർ അടുക്കളയിൽ കൊണ്ടുവച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വേഗം കൈയോടെ തന്നെ കഴുകി വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയൽവാസി കുഞ്ഞോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവളോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള സമയം എനിക്കില്ല. കാരണം എൻ്റെ ടെൻഷൻ മുഴുവൻ അസൈൻമെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ അവളോട് സംസാരിക്കേണ്ട പാത്രം കഴുകുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അതങ്ങനെ സിങ്കിൽ കിടന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആണ് കേട്ടോ ചിക്കൻ വാങ്ങിയത്. അപ്പോൾ ഒത്തിരി ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവിടെ ബാക്കിയാവും. അപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് നന്നാക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ വാങ്ങിയാൽ മൊത്തത്തിൽ നന്നാക്കും, എന്നിട്ട് മാറ്റി വെക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് അതിന് പോലും ഞാൻ നിൽക്കുന്നില്ല. ആ സമയം പോലും ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ നാളത്തേക്കുള്ള ചിക്കൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോഴേക്ക് ബിരിയാണിക്ക് പറ്റിയ വലിയ വലിയ പീസുകൾ അതും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് അങ്ങനെ അടച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനും മീനൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കും. പിന്നെ ബാക്കിയുള്ളത് വേഗം കൈയോടെ തന്നെ കഴുകി നന്നാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായി കഴുകി വലിയ പീസൊക്കെ ഒന്ന് ചെറുതാക്കി
വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളും റെഡിയാക്കുകയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേഗം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് അടിച്ച് വാരി തുടച്ചിട്ടതിന് ശേഷം വേണം എനിക്ക് ബാക്കിയുള്ളത് എഴുതാനിരിക്കാൻ. അപ്പോൾ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം ഇത് എഴുതി തീരില്ലേ എന്നുള്ളത്. ഇത് തീർന്നിട്ടില്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും ഫൈൻ അടയ്ക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വോയിസ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രീ ആണ്. കാരണം എൻ്റെ 10 അസൈൻമെൻറ്റും കംപ്ലീറ്റ് ആക്കി. ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും റെഫറൻസും ഒക്കെ എഴുതി ഫോട്ടോ എടുത്ത് PDF ആക്കി ഞാൻ അയച്ചു കൊടുത്തിട്ടോ. ഇന്ന് കറക്റ്റ് സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാനത് പെട്ടെന്ന് തന്നെ എഴുതി തീർത്തും ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്തത്തെ ധൃതിയും കാര്യങ്ങളും വേറെ തന്നെ ആയിരുന്നു കേട്ടോ. മക്കളോടൊക്കെ ഇന്ന് ക്ലാസ്സിലൊക്കെ ദിവസം അവരുടെ കൂടെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. കാരണം നാളെ തൊട്ട് വീണ്ടും ഒരു ക്ലാസ്സിന് പോകുമല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ അതൊന്നും നടന്നില്ല. അവർക്കും അതൊരു വിഷമമായിരിക്കും, എനിക്കൊരു വിഷമമായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ എഴുതൽ തീർന്നു. അത് അസൈൻമെൻറ്റ് അയച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിക്കുന്നതായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം യുനോ കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് കളിയൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് ആ ഒരു കളിയിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ. അപ്പോൾ രാവിലെ വേഗം തന്നെ അടിച്ച് വാരി തുടച്ചിട്ടു. മക്കളെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് എഴുതി തീർത്തിട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. പെട്ടെന്ന് തന്നെ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്ര കേട്ടോ. അടുത്തിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.